ഒരു യുവാവ് എക്സിബിഷൻ കാണാൻ പോയി. അവിടെ 3 മുറികൾ സംഘാടകരിൽ ഒരാൾ യുവാവിന് കാണിച്ചു കൊടുത്ത ശേഷം പറഞ്ഞു, ഈ മുറികളിൽ ആദ്യത്തേതിൽ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. രണ്ടാമത്തെ മുറിയിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ. മൂന്നാമത്തെ മുറിയിൽ ലഹരി പദാർത്ഥമാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ആദ്യത്തെ മുറിയിൽ കയറിയ യുവാവ് ചിന്തിച്ചു, ഈ സ്ത്രീയെ പ്രാപിച്ചാൽ ചീത്തപ്പേര് വരുമെന്ന് ചിന്തിച്ച യുവാവ് അവിടെ നിന്നും ഇറങ്ങി സ്വർണ്ണമിരുന്ന മുറിയിൽ കയറി. ഇതെടുത്താൽ മറ്റുള്ളവർ എന്നെ കള്ളനെന്ന് വിളിക്കുമെന്ന് ചിന്തിച്ച യുവാവ് ലഹരി വെച്ചിരുന്ന മുറിയിൽ കയറി. ഇതത്ര പ്രശ്നമുള്ള കാര്യമല്ല. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന ചിന്തയോടെ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. പക്ഷേ ലഹരി ഉള്ളിൽ ചെന്നപ്പോൾ എല്ലാം മാറി മറഞ്ഞു. ആദ്യത്തെ മുറിയിൽ ചെന്ന് അയാൾ യുവതിയെ പ്രാപിച്ചു. രണ്ടാമത്തെ മുറിയിലിരുന്ന് സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. ഒടുവിൽ അഴിക്കുള്ളിലുമായി. ചെറിയ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അത് അനർത്ഥത്തിലേക്ക് നയിച്ചു. അതുകൊണ്ടാണ് കാമന മഹാപാപത്തെ ഉണ്ടാക്കുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അതിയായ കാമനയെ ബദ്ധശത്രുവിനെ പോലെ കാണണമെന്നാണ് ഭഗവാൻ പറയുന്നത്.